തൃശൂർ പാലയൂരിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ പോലീസ് തടഞ്ഞു. പാലയൂർ ദേവാലയത്തിന്റെ പരിസരത്ത് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന കലാപരിപാടികളാണ് പോലീസ് തടഞ്ഞത്. പള്ളിക്കകത്ത് പരിപാടി നടത്താൻ അനുമതി വാങ്ങിയില്ല എന്ന് പറഞ്ഞായിരുന്നു നടപടി. 3-4 വർഷമായിട്ട് പെർമിഷനൊന്നും സാധാരണ ഇല്ല, കാലങ്ങളായിട്ട് എടുക്കാറില്ല. ഞങ്ങളൊരു മണിക്കൂർ 10 മണിയോടുകൂടി അവസാനിപ്പിച്ച് ഞങ്ങൾ തിരുക്കർമ്മങ്ങളുടെ പരിപാടികൾ ആരംഭിക്കുകയായി. ആ സമയത്താണ് അദ്ദേഹം പോലീസ് ഓഫീസർ പറയുന്നത് പരിപാടി നടത്താൻ പറ്റില്ല, പള്ളിക്കുള്ളിലായാലും പെർമിഷൻ എടുക്കണം. അപ്പോൾ അത് ഞങ്ങളെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ ഒരു ഖേദം തന്നെ പ്രകടിപ്പിക്കണം. ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന പുണ്യമായി കരുതുന്ന ഈ ദിവസം ഇത്തരത്തിൽ ഇവിടെ ഒരു പരിപാടി അലങ്കോലമാക്കാൻ വേണ്ടിയിട്ട് നടത്തിയ പരിപാടി എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതാരാണ് അതിൻ്റെ പിന്നിൽ ചെയ്തത് എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇത് ക്രിസ്ത്യാനികളെ അവഹേളിക്കുന്ന നടപടിയാണ്. ക്രിസ്ത്യാനികളെ ശരിക്കും പറഞ്ഞാൽ താറടിച്ച് കാണിക്കുന്നത്. ഇത് പ്രതിഷേധാർഹമാണ്. വിശദാംശങ്ങളുമായി MS ലിഷോയ് ചേർന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ക്രിസ്മസ് ആശംസകളും. എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തുകൊണ്ടാണ് പോലീസ് തടഞ്ഞത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ലിഷോയ്? ഗുഡ് മോർണിംഗ് മോത്തി. ഇതിൽ ഇന്നലെ വൈകുന്നേരം 10 മണിയോടുകൂടി 9 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നതെന്നാണ് വിശ്വാസികൾ പറയുന്നത്. ഈ തൃശൂർ പാലയൂരുള്ള ഈ ദേവാലയത്തിൽ വെച്ച് ആണ് ഇന്നലെ കർദിനാൾ ഉൾപ്പെടെയുള്ളവരുടെ ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടത്താനായി ഉദ്ദേശിച്ചിരുന്നത്. അന്ന് അങ്ങനെയാണ് നടന്നിരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഈ പള്ളിയിൽ നടത്തിയിരുന്ന കരോൾ ഗാന മത്സരവും അതിനോടൊപ്പം തന്നെ ചില കലാപരിപാടികളുടെ എല്ലാം തന്നെ ഈ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള അനുമോദന ചടങ്ങും അതുപോലെ തന്നെ അവർക്കുള്ള ഈ സമ്മാനദാന ചടങ്ങും എല്ലാം തന്നെ നടത്താനായി നിശ്ചയിച്ചിരുന്നു. ഇത് പള്ളി അങ്കണത്തിലുള്ള ഒരു ചെറിയ സ്റ്റേജിലാണ് ഇത് തയ്യാറാക്കിയിരുന്നത്, അത് നടത്താനായി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഈ പരിപാടി തുടങ്ങുന്നതിന് മുൻപേ ചാവക്കാട് പോലീസ് സ്ഥലത്തെത്തുകയും ഈ പരിപാടി ഇവിടെ നടത്താൻ കഴിയില്ല, ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തണമെങ്കിൽ പ്രത്യേകം പെർമിഷൻ എടുക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. അതോടുകൂടി ഈ പരിപാടി നടത്താൻ കഴിയില്ല എന്ന ഒരു സ്ഥിതിയായി. പോലീസ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ഒരു പരിപാടി നടത്തുകയാണെങ്കിൽ ഈ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ നിന്നും കേസ് എടുത്ത് അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട് എന്നുള്ള ഒരു കാര്യവും ഈ പോലീസ് ഇവരോട് പറയുകയുണ്ടായി. അതോടുകൂടി ആ പരിപാടി ഉപേക്ഷിക്കുകയായിരുന്നു. വികാരി ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി പോലീസുമായി സംസാരിച്ചെങ്കിലും പോലീസ് വഴങ്ങിയില്ല. പിന്നീട് പോലീസ് അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത്. അതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കമ്മിറ്റി ഭാരവാഹികളെല്ലാം തന്നെ പറയുന്നത്. പോലീസ് പറയുന്നത് ഈ പള്ളി അങ്കണത്തിലാണെങ്കിലും ഈ ഇത്തരത്തിൽ മൈക്ക് ഉപയോഗിച്ചുള്ള ഒരു പരിപാടി നടത്തണമെങ്കിൽ മൈക്ക് സാങ്ഷൻ എടുക്കണം. മൈക്ക് സാങ്ഷൻ എടുക്കാത്തതിനാലാണ് ഇത്തരം പരിപാടി തടഞ്ഞതെന്നാണ് പറയുന്നത്. എന്നാൽ വലിയ തോതിൽ പാട്ടോ ആഘോഷങ്ങളോ ഒന്നും തന്നെയുള്ള പരിപാടിയല്ല ഇത്. ഇത്തരം സമ്മാനദാന ചടങ്ങായതിനാൽ അത്തരം ഒരു സാങ്ഷൻ എടുത്തിരുന്നില്ല എന്നുള്ളതാണ് കമ്മിറ്റി ഭാരവാഹികളും പറയുന്നത്.